തലക്കനത്തിന്റെയും തലയെടുപ്പിന്റെയും ഇടയിലുള്ള ദൂരത്തിന്റെ പേരാണ് പൃഥ്വിരാജ് സുകുമാരനെന്ന് പല ആവർത്തി തോന്നിയിട്ടുണ്ട്. അതിച്ചിരി കൂടുതലല്ലേ? ഇന്ന് രാവിലെ തന്നെ എന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിന്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒരു കലാകാരന്റെ നിരന്തരമായ ശ്രമം കൊണ്ട്, അധ്വാനം കൊണ്ട് ഒരാൾ നേടിയെടുക്കുന്നതാണ് തലയെടുപ്പെങ്കിൽ മലയാള സിനിമയുടെ തലയെടുപ്പ് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ആടുജീവിതത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു തലയെടുപ്പ് തന്നെയാണ് എല്ലാവരിലേക്കും പ്രസരിച്ചത്. ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യം ഇയാളെന്ന് ഡയലോഗ് തെറ്റിക്കുന്നത്. എന്താ ചെയ്യാ പാവം. എന്തിനാണ് ഇത്രയധികം റിസ്ക് എടുക്കുന്നത്? എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജുവേട്ടൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ പാടാനുണ്ടല്ലോ, നാക്കി എപ്പോഴെടുക്കും. ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ഏർലിയ സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക, അതിനുശേഷം തമിഴിൽ പോവുക, അതിനുശേഷം തിരിച്ചു വരിക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്തിന്റെ പ്രാന്താടാ മോനെ? വർഗം പോലത്തെ ഒരു സിനിമ ഇവിടുത്തെ ഒരു ദേവാസുരാവുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയം ആവാതിരിക്കുക. അതിനൊന്നും ഇല്ലേ? പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ ബുള്ളിങ്ങിന്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ ഇര രാജുചേട്ടനാണ്. ഇവനാരാണ്? നീ ആരാണ്? ഇവനാ അവനെ കുറിച്ച് പറയാനായിട്ട്? അതൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. തോറ്റുപോകാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ആരും ശ്രമിക്കില്ല. തോറ്റു മുതലും പലിശ ചേർത്ത് കിട്ടി. ഞാനും ശ്രമിച്ചിട്ടില്ല. എല്ലാരും ശ്രമിക്കുന്ന ജയിക്കാൻ വേണ്ടിയല്ലേ. താൻ ഇനി ഇവിടെ കിടന്ന് ചൊറിഞ്ഞ തന്റെ പിത്ത കവിളിൽ കത്തി കുത്തി ഇറക്കി നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കഞ്ഞ.